നമസ്കാരം. വ്യാഴമാറ്റത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പുണർദം നാള് ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കൂറിലും ഒടുവിലുള്ള കാൽഭാഗം കർക്കിടകക്കൂറിലുമാണ്. മിഥുനക്കൂറിലുള്ള പുണർദംകാർക്ക് 2 വ്യാഴം വരും. കർക്കിടകക്കൂറിലെ പുണർദംകാർക്കിൽ ജന്മരാശിയിലാണ് വ്യാഴം വരുന്നത്. ഉച്ചരാശി ആയതുകൊണ്ട് രണ്ടും കുറേയൊക്കെ പ്രയോജനകരമാണ്. വലിയ വ്യതിയാനങ്ങൾ വരുന്നില്ല. പൊതുവെ നല്ല പുരോഗതി കാണുന്നുണ്ട്. കർമ്മരംഗത്ത് വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ജോലിയിൽ കുറെ അധികം നല്ല പരിവർത്തനങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് വൈകാതെ സാധിക്കുന്നതാണ്. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് അവസരം ഉണ്ടാകും. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നല്ല പുരോഗതി ലഭിക്കും. നല്ല സാമ്പത്തിക നേട്ടങ്ങളും അഭിവൃദ്ധിയും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ ദീർഘകാലമായി ചിന്തിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഗുണമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക പുരോഗതി ലഭിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ കർമ്മരംഗത്തെ വളരെ നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അഭിവൃദ്ധിയെ പ്രാപിക്കുന്നതിനും നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ്. കച്ചവടക്കാർക്ക് നല്ല പുരോഗതിയാണ് കാണുന്നത്. നിങ്ങൾക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരും. കച്ചവടം കൂടുതൽ വിപുലീകരിച്ച് മുമ്പോട്ട് പോകാനായിട്ടുള്ള അവസരം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ തികച്ചും പുതിയ മേഖലയിൽ പ്രവേശിച്ച് പ്രവർത്തനം നടത്തുകയാണെങ്കിൽ ആ പുതിയ മേഖലയെപ്പറ്റി വളരെ ശ്രദ്ധാപൂർവം പഠിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. പണമിടപാടുകളിൽ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും അനുഭവപ്പെടുന്നതാണ്. മക്കളുടെ കാര്യത്തിൽ സന്തോഷമുണ്ടാകും. സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ നിങ്ങൾക്ക് വളരെ സന്തോഷിക്കുന്നതിനും അഭിമാനിക്കുന്നതിനുമുള്ള അവസരം ലഭിക്കും. സന്തതിപരമായ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും.